Welcome to BSc Complementary Physics, Semester 4, Class 12, Unit 3, Quantum Mechanics. We today start the Unit 3, third unit of your syllabus, Quantum Mechanics. And the first part of the lecture is Origin of Quantum Theory or Inadequacies of Classical Mechanics. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് സാധാരണ. അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. എന്നാൽ ചില അറ്റോമിക് ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്ലാസിക്കൽ ഫിസിക്സ്, ന്യൂട്ടോണിയൻ ഫിസിക്സ് അപര്യാപ്തമായിട്ട് തോന്നും, ഇന്നഡിക്വേറ്റായിട്ട് തോന്നും. ചില ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്, ക്ലാസിക്കൽ ഫിസിക്സിന് സാധിക്കില്ല. അപ്പോൾ പുതിയ ഐഡിയ കൊണ്ടുവന്നിട്ട് പുതിയൊരു തിയറി ഉണ്ടാക്കും. അതിനെ നമ്മൾ ക്വാണ്ടം തിയറി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ ഒറിജിനൽ ക്വാണ്ടം തിയറി അല്ലെങ്കിൽ ഒറിജിനൽ ക്വാണ്ടം മെക്കാനിക്സ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്താണ്? അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കുറവുകൾ എന്താണ്? ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കുറവുകൾ, ഡ്രോബാക്സ്, ലിമിറ്റേഷൻസ്, ഇന്നഡിക്വസീസ്, അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ക്വാണ്ടം മെക്കാനിക്സ് നിർമ്മിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്, ആവിഷ്കരിച്ചത്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പിന്നിൽ കുറേ സയൻറ്റിസ്റ്റുകളുണ്ട്. അതായത് പോളി, യൂളൻബെർക്ക്, ഗൗഡ്സ്മിത്ത്, സോമർഫെൽഡ്, പ്ലാങ്ക്, ഹൈസൻബെർഗ്, ഡിറാക്ക്, അങ്ങനെ കുറേ സയൻറ്റിസ്റ്റുകളുടെ ഒരു കൂട്ടായ സംരംഭമാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആവിഷ്കരിക്കാൻ നമ്മൾ ആദ്യം ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലാക്കണം. അതാണ് ആദ്യത്തെ പാർട്ട്, ഇന്നഡിക്വസീസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ, ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ അപര്യാപ്തതകൾ, ലിമിറ്റേഷൻസ് എന്ന് പറയും. പ്രധാനമായിട്ടും 4 ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. റീസൺ ഫോർ ഒറിജിൻ ഓഫ് ക്വാണ്ടം തിയറി ഓർ ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ് ഓർ ഇന്നഡിക്വസീസ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പോൾ ഈ ഏത് ഹെഡിങ്ങിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗീവ് സം റീസൺസ് ഫോർ ദി ഒറിജിൻ ഓഫ് ക്വാണ്ടം തിയറി or you explain limitations of classical physics or explain inadequacies of classical physics. എങ്ങനെ ചോദിച്ചാലും നമ്മൾ ഈ താഴെ പറയുന്ന 4 പോയിൻ്റാണ് പറയേണ്ടത്. The limitations of classical physics are based on 4 points. 4 പോയിൻ്റാണ് അതിനകത്തുള്ളത്. Number 1, experiments of Rutherford. Number 2, study of hydrogen spectrum. Number 3, study of black body spectrum. Number 4, photoelectric effect. We consider 4 points: experiments of Rutherford, study of hydrogen spectrum, study of black body spectrum, and photoelectric effect. These are the points we include in order to establish the limitations of classical physics. ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പോരായ്മകൾ സ്ഥാപിക്കുന്നതിന് നമ്മൾ 4 പോയിൻ്റാണ് പ്രധാനമായിട്ടും ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അവ ഒന്നാമത്തത് റദർഫോർഡിൻ്റെ പരീക്ഷണങ്ങളാണ്. രണ്ടാമത്തെ ഹൈഡ്രോജൻ സ്പെക്ട്രം നമ്മൾ +2 ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. മൂന്നാമത്തത് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. നാലാമത്തത് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്. ഓരോന്നിനെക്കുറിച്ചും നമ്മൾ ഓരോ പാരഗ്രാഫ് പഠിക്കുകയാണ്. എങ്ങനെ ഇത് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആവിഷ്കാരത്തിന് കാരണമായി എന്ന് പറയുകയാണ്. Number 1, experiments of Rutherford. According to classical electrodynamic picture, an accelerated electron will radiate energy continuously in the form of electromagnetic waves. The continuous loss of energy by an orbiting electron will reduce its normal velocity and it will come closer and closer to the nucleus. Finally, it will collapse into the nucleus. This shows a very obvious contradiction between the observed facts and the classical theory. ഇവിടെ പറയുന്നതാണ്, ഈ റുദർഫോർഡ് ആറ്റം മോഡലിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോൺ സ്പൈറൽ ഓർബിറ്റിൽ കറങ്ങും. അങ്ങനെ കറങ്ങുമ്പോൾ അതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് ഈ കണ്ടിന്യൂസ് റൊട്ടേഷനിലൂടെ ഈ അവസാനം വന്ന് ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ പതിക്കും. അങ്ങനെയാണ് റുദർഫോർഡ് ആറ്റം മോഡലിൽ പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് ഈ നമ്മൾ കാണുന്ന ഈ ഹൈഡ്രോജൻ സ്പെക്ട്രം പോലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരും. ഈ ഇലക്ട്രോൺ വന്ന് ന്യൂക്ലിയസ് വീണ് കഴിഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാകും. ഇലക്ട്രോൺ
ഓർബിറ്റിൽ കറങ്ങുന്ന അത്രയും കാലം മാത്രമേ ആറ്റമുള്ളൂ. ആറ്റം വന്ന് ന്യൂക്ലിയസ് പിരിച്ചാൽ പിന്നെ ആറ്റമില്ല. പക്ഷെ നമ്മൾ കാണുന്ന എപ്പോഴും ആറ്റമുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ ഓർബിറ്റിൽ കറങ്ങണം, ആ ന്യൂക്ലിയസിലേക്ക് വീഴാൻ പാടില്ല. ഇത് റദർഫോർഡ് മോഡലിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് ക്ലാസിക്കൽ ഫിസിക്സിൽ മാർക്കില്ല. അതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് ആവിഷ്കരിച്ചത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് സ്റ്റഡി ഓഫ് എ സ്പെക്ട്രം, ഹൈഡ്രജൻ സ്പെക്ട്രം സ്റ്റഡി. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ലൈമൻ സീരീസ്, ബാൽമർ സീരീസ്, പാർഷ്യൽ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ് എന്ന് പല സ്പെക്ട്രൽ ലൈൻസിൽ കേട്ട് കാണും. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ കാരണം, ആ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ബോറിൻ്റെ ഫ്രീക്വൻസി കണ്ടീഷൻ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. Study of hydrogen spectrum. It is found that hydrogen spectrum consists of discrete set of lines whose wave numbers can be expressed by the relation nu bar is 1 by lambda is equal to r into 1 by n1 square minus 1 by n2 square where n1 and n2 are integers. ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഈ നമ്മൾ വേവ് ലെങ്ത് ഉണ്ട്, അനേക ലൈൻസ് ഉണ്ട്. ലൈമൻ സീരീസ്, ബാൽമർ സീരീസ്, അങ്ങനെ സീരീസിൽ പല ലൈൻസ് ഉണ്ട്. നിങ്ങൾ കേട്ട് കാണും. എച്ച് ആൽഫ ലൈൻ, എസ് ബീറ്റ ലൈൻ, എച്ച് ഗാമ ലൈൻ. ഇതിനൊക്കെ വേവ് ലെങ്ത് ഉള്ളതാണ്. വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ വേവ് നമ്പർ ഉണ്ട്. വേവ് നമ്പർ നമ്മൾ ന്യൂ ബാർ എന്ന് പറയും. അത് വേവ് ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ്. ന്യൂ ബാർ ഇസ് 1 by lambda. അതിനൊരു ഫേമസ് ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. r into 1 by n1 square minus 1 by n2 square. ആറിനെ വിളിക്കുന്ന പേരാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്, റൈഡ്ബർഗ് കോൺസ്റ്റന്റ്. റിഡ്ബർഗ്, RYDBRG, റിഡ്ബർഗ് കോൺസ്റ്റന്റ്. n1 n2 ഇൻഡിജേഴ്സാണ്, സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ആ നാച്ചുറൽ നമ്പേഴ്സിനോട് പ്രാധാന്യം വരുന്നത്. അപ്പം ഇത് ഈ ബോർ മോഡൽ വെച്ച് എച്ചാറ്റത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻ, എച്ചാറ്റം എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈനിൻ്റെ വേവ് നമ്പർ കാണിക്കുന്ന ഇക്വേഷനാണ്. ഹിയർ ഇൻ ദിസ് ഇക്വേഷൻ n1 and n2 are integers. This relation showed that the excited atom of hydrogen could emit only certain definite wavelengths of electromagnetic wave and no continuous emission was present in the spectra as expected in classical physics, classical mechanics. അപ്പോൾ n1 n2 ഇൻറ്റിജർ ആയതുകൊണ്ട് ചില പ്രത്യേകം വേവ് ലെങ്ത് മാത്രമേ സ്പെക്ട്രത്തിൽ ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ ഒരു കണ്ടിന്യൂസ് എമിഷൻ, തുടർച്ചയായിട്ടുള്ള ഒരു വേവ് ലെങ്ത് പാറ്റേൺ അല്ല സ്പെക്ട്രൽ ലൈനിന് ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കാണുന്നത്. n1 n2 ഇൻറ്റിജേഴ്സ് വെച്ചുള്ള ഒരു കണക്കാണ്, ഒരു പ്രത്യേക വാല്യൂ. അതായത് ഒരു 54 61 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 48 61 അങ്ങനെയൊക്കെയുള്ള വേവ് ലെങ്താണ്. ഇടയ്ക്കുള്ള വാല്യൂ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇത് ഈ n1 n2 ഇൻറ്റിജേഴ്സിനെ വെച്ച് പറയുന്നതാണ്. ഈ ഇൻറ്റിജേഴ്സിൻ്റെ കാര്യം ക്ലാസിക്കൽ മെക്കാനിക്സിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അവിടെയെല്ലാം കണ്ടിന്യൂസ്, എല്ലാ വാല്യൂയും പോസിബിളാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ നമ്പേഴ്സിനെ ആശ്രയിക്കുന്ന രീതിയിലാണ് ഈ വേവ് നമ്പർ അല്ലെങ്കിൽ ലാംഡ ഇരിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പുതിയ ഐഡിയ വേണം. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒഴിവാക്കി നമ്മൾ പുതിയ ക്വാണ്ടം മെക്കാനിക്സ് സ്വീകരിക്കും. ഈ ഒരു കാരണം കൊണ്ട്. അപ്പോൾ നമ്പർ വരുന്നതുകൊണ്ട് നമുക്ക് തിയറിക്ക് ഒരു മോഡിഫിക്കേഷൻ വേണം. Classical picture. This is another drawback of classical theory, and it was overcome to some extent by Bohr quantum model of the atom. ഇപ്പോൾ ബോർ ആറ്റം മോഡൽ ക്വാണ്ടം മോഡലാണ്. ആ ക്വാണ്ടം മോഡൽ കൊണ്ടുവരുന്നത് ഈ റുദർഫോർഡിൻ്റെ ക്ലാസിക്കൽ പിക്ചറിലുള്ള ആറ്റമിൻ്റെ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ്. ബോർ മോഡലിലാണ് ഈ n1 n2 എന്ന നമ്പേഴ്സ് വരുന്നത്. ഈ നമ്പർ സിസ്റ്റം ക്ലാസിക്കൽ തിയറിയിൽ പറയുന്നില്ല, മറിച്ച് ക്വാണ്ടം തിയറിയിലേ പറയുള്ളൂ. അപ്പോൾ അത് ക്വാണ്ടം തിയറിയുടെ സപ്പോർട്ടായിട്ട് വരും, ക്ലാസിക്കൽ തിയറിയുടെ പോരായ്മയെ ചൂണ്ടിക്കാണിക്കും. ഇനി അടുത്ത മൂന്നാമത് സ്റ്റഡി ഓഫ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് സർഫസുള്ള ബോഡിയാണ്. അത് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് പോകും. അത്തരം റേഡിയേഷനെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയും. അതിൻ്റെ ബിഹേവിയറും നമ്മൾ ക്വാണ്ടം തിയറിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ്. എങ്ങനെ നോക്കുക, സ്റ്റഡി ഓഫ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. ദ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഫ്രം എ ഹോട്ട് ബ്ലാക്ക് ബോഡി ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഹാസ് എ പീക്ക് ഓഫ് ഇൻറ്റൻസിറ്റി അറ്റ് എ പർട്ടിക്കുലർ വേവ് ലെങ്ത്. ദിസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി.
അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി എല്ലാത്തരം വേവ് ലെങ്തും എമിറ്റ് ചെയ്യും. ഇൻറ്റൻസിറ്റി ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ആൻഡ് ഹാസ് എ പീക്ക് ഇൻറ്റൻസിറ്റി. ഓരോ വേവ് ലെങ്തിനും ഒരു പ്രത്യേക മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇത് ആ ബോഡിയുടെ ടെമ്പറേച്ചറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ക്യാരക്ടറിസ്റ്റിക്കാണ്. അപ്പോൾ എന്താണ് ഈ പ്രത്യേകത? ഇതിനുള്ള പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചർ ബോഡി റാലിയൻ ജീൻസ് ആണ് ഈ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം നന്നായിട്ട് സ്റ്റഡി ചെയ്തത്. റാലിയൻ ജീൻസ് RAYLEIGHJEANS റാലിയൻ ജീൻസ് ഡിറ്റർമിൻഡ് ദി എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ബ്ലാക്ക് ബോഡി in classical electromagnetic consideration, but their result failed for shorter wavelength region. അതാണ് ഈ റാലിയൻ ജീൻസ് ക്ലാസിക്കൽ ഐഡിയ വെച്ചിട്ടാണ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം സ്റ്റഡി ചെയ്തത്. അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ലോങ് വേവ് ലെങ്തിന് അവർ തിയറി ശരിയാകും, ഷോർട്ട് വേവ് ലെങ്തിന് ശരിയാകത്തില്ല. ഇപ്പോൾ തിയറി ചെയ്തുകൊണ്ടല്ല, പിന്നെ ക്ലാസിക്കൽ തിയറിക്ക് ഈ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻ, അതിൻ്റെ വേവ് ലെങ്ത്, അതിൻ്റെ ആ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. റാലിയൻ ജീൻസ് ക്ലാസിക്കൽ ഐഡിയ വെച്ച് എഴുതിയ തിയറിയാണ്. ലോങ്ങർ വേവ് ലെങ്ത് സൈഡിൽ ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൻ്റെ ലോങ്ങർ വേവ് ലെങ്ത് സൈഡിൽ അത് പൂർണ്ണമായിട്ട് ശരിയാകുന്നുണ്ട്, ഷോർട്ടർ വേവ് ലെങ്ത് ശരിയാകുന്നില്ല. ഇതൊരു കുഴപ്പമാണ്. അത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കുഴപ്പമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ബട്ട് ദ റിസൾട്ട് ഫെയിൽഡ് ഫോർ ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ. സോ പ്ലാങ്കാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ ക്വാണ്ടം തിയറിയുടെ. സോ പ്ലാങ്ക് ആർഗ്യൂഡ് ദാറ്റ് ദർ വാസ് എ ഡിഫിക്കൽട്ടി വിത്ത് ദി ക്ലാസിക്കൽ തിയറി ആൻഡ് ഹി പ്രപ്പോസ്ഡ് ദ ക്വാണ്ടം തിയറി. അതുകൊണ്ട് അദ്ദേഹം പറയും ക്ലാസിക്കൽ തിയറിക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ക്വാണ്ടം തിയറി പരീക്ഷിക്കാം എന്ന് പറയും. ദിസ് തിയറി വാസ് പുട്ട് ഓൺ എ ഫേം ബേസിസ് ബൈ ദി പൈനിയറിംഗ് വർക്ക്സ് ഓഫ് ഐൻസ്റ്റീൻ, ബോർ ആൻഡ് അതേഴ്സ്. അപ്പോൾ ഈ പ്ലാങ്ക് പ്രപ്പോസ് ചെയ്ത ക്വാണ്ടം തിയറിക്ക് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകിയത് ഐൻസ്റ്റീൻ്റെ, ബോറിൻ്റെ, പോളിയുടെ, സോമർഫീൽഡിൻ്റെ, ഹൈസൻബർഗിൻ്റെ, ഡിറാക്കിൻ്റെയൊക്കെ വർക്കുകളാണ്. അവരൊക്കെ കൂട്ടായി പ്രവർത്തിച്ചിട്ടാണ് ഈ ക്വാണ്ടം തിയറി ഒരു പ്രത്യേക ലെവലിലേക്ക് കൊണ്ടുവന്നത്. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ്. ഈ നാലാമത്തെ പോയിന്റും ക്വാണ്ടം തിയറി സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്, ക്ലാസിക്കൽ തിയറിക്ക് എതിരായിട്ട് വരുന്ന പോയിന്റാണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് കോൺട്രഡിക്റ്ററി ഓപ്പോസിറ്റ് ചെയ്ത് വരുന്ന ഒരു പോയിന്റാണ്. നമ്പർ 4 ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് അറിയാമല്ലോ, മെറ്റൽ സർഫസിൽ, ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം, സീഷ്യം പോലുള്ള മെറ്റൽ സർഫസിൽ ലൈറ്റ് വീണാൽ ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന ഫിനോമിനൻ. ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് വെൻ ലൈറ്റ് ഫാൾസ് ഓൺ സെർട്ടൻ മെറ്റീരിയൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, എക്സെട്ര. സോഡിയം, പൊട്ടാസ്യം, സെലീനിയം പോലെയുള്ള മെറ്റൽസിൽ ലൈറ്റ് വീണാൽ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വീണാൽ അതിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണ് ക്ലാസിക്കൽ തിയറിക്ക്. ദ ക്ലാസിക്കൽ തിയറി കുഡ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഐൻസ്റ്റീൻ അപ്ലൈഡ് ക്വാണ്ടം തിയറി ടു എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് ഫിനോമിനൻ. അപ്പോൾ ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റാതെ വന്നതുകൊണ്ട് ഐൻസ്റ്റീൻ ക്വാണ്ടം തിയറി വെച്ചിട്ടാണ് ഈ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ 4 പോയിന്റ്. അപ്പോൾ ഈ 4 പോയിന്റ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഈ 4 പോയിന്റും ക്ലാസിക്കൽ തിയറിക്ക് ഓപ്പോസിറ്റായിട്ട് വരും. പുതിയ തിയറി, ക്വാണ്ടം തിയറി ഫേവർ ചെയ്യും. ഏതൊക്കെയാണ് 4 പോയിന്റ്? എക്സ്പെരിമെൻറ്റ്സ് ഓഫ് റുദർഫോർഡ്, സ്റ്റഡി ഓഫ് സ്പെക്ട്രം, സ്റ്റഡി ഓഫ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. 4 പോയിന്റ് ഓർത്തിരുന്നാൽ മതി. നമുക്ക് ലിമിറ്റേഷൻസ് പറയാം, ക്ലാസിക്കൽ തിയറിയുടെ ലിമിറ്റേഷൻസ് പറയാം, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ഫേവർ ഓഫ് ക്വാണ്ടം തിയറി, ക്വാണ്ടം തിയറിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമായിട്ടും പറയാം. ക്ലാസിക്കൽ തിയറിയുടെ ലിമിറ്റേഷൻ ഇന്നഡിക്യൂസീസ് ക്വാണ്ടം തിയറിക്ക് ഫേവറായിട്ട് വരുന്ന പോയിന്റുകളാണ്. ഇനി ഒരു പ്രിൻസിപ്പിളുണ്ട്, അതിനെ നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ക്വാണ്ടം മെക്കാനിക്സിൽ. നിങ്ങൾ കേട്ട് കാണാം EHν, അതാണ് ഈ എനർജി ഫോട്ടോൺ. അത് ഈ പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസിൻ്റെ പാർട്ടാണ്. എങ്ങനെ നോക്കാം നമുക്ക്. പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്, PLNCK.
quantum hypothesis. Very important for the examination. According to Planck's hypothesis, the atoms in a uniform temperature enclosure behave like harmonic oscillators. When these oscillators vibrate, they radiate energy. According to Planck's hypothesis, the atom in a uniform temperature enclosure, അതായത് ഒരു യൂണിഫോം എൻക്ലോഷറിൽ ഒരു വസ്തു വിചാരിച്ചാൽ മതി, ഒരു ബ്ലാക്ക് ബോഡിയിൽ ഇരിക്കുന്ന ആറ്റംസ് എല്ലാം ഹാർമോണിക് ഓസിലേറ്റർ വിചാരിക്കും. വൈബ്രേറ്റിംഗ് ആറ്റംസ് എല്ലാം ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് വിചാരിക്കുന്നത്. ഈ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും, റേഡിയൻ്റ് എനർജി ഉണ്ടാകും, റേഡിയേറ്റ് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു പ്ലാങ്ക് ഒരു പോസ്റ്റുലേറ്റ്, ഒരു ഹൈപ്പോത്തിസിസ്, ഒരു സാങ്കല്പിക തത്വമായിട്ട് ഇങ്ങോട്ട് എഴുതുകയാണ്. According to Planck's hypothesis, the atoms in a uniform temperature enclosure behave like harmonic oscillators. When these oscillators vibrate, they radiate energy. Now comes the Planck's hypothesis. അത് നിങ്ങൾ ഈ റെഡ് കളറിൽ കാണുന്നതാണ് പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ് ആയിട്ട് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The radiations are emitted not continuously but intermittently in internal multiple of discrete quantity of energy called quantum or photon. Each photon is of energy h nu. V പോലെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ന്യൂ ആക്കി എഴുതണം കേട്ടോ. ന്യൂ എന്ന് പറഞ്ഞാൽ ആ വിയുടെ ആ റൈറ്റ് സൈഡ് ഒന്ന് വളച്ചു വെക്കണം ഇടത്തോട്ട്. അറിയാലോ ന്യൂ എഴുതാനായിട്ട്. ന്യൂ എച്ച് വി അല്ല, എച്ച് ന്യൂ ആണ്. വി പോലെ എഴുതുന്നത് അതിൻ്റെ റൈറ്റ് സൈഡൊന്ന് ഇടത്തോട്ട് ആ ടോപ്പിൽ ഇടത്തോട്ടൊന്ന് വളച്ചു വെക്കണം. എച്ച് ന്യൂ വേർ എച്ച് ഈസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഫോർ എൻ ഫോട്ടോൺസ് ഈസ് എൻ എച്ച് ന്യൂ. എൻ ഫോട്ടോൺസ് എമിറ്റ് ചെയ്താൽ അതിൻ്റെ എനർജി ഈസ് എൻ എച്ച് ന്യൂ. അപ്പോൾ ഈസ് എൻ എച്ച് ന്യൂ അതാണ് പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്. ഒരാൾ എഴുതുന്നത് ഇത്രയേ ഉള്ളൂ, ഈസ് എൻ എച്ച് ന്യൂ. മാർക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല, കുറച്ച് മാർക്ക് തരണം. അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻ്റാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. റേഡിയേഷൻസ് ആർ എമിറ്റഡ് നോട്ട് കണ്ടിന്യൂസ്ലി. ഒരു ഹോട്ട് ബോഡി, ഒരു ഹാർമോണിക് ഓസിലേറ്റർ, ഒരു ഹോട്ട് ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് തുടർച്ചയായല്ല, ബട്ട് ഇൻ്റർമിറ്റൻ്റിലി ഇടവിട്ടാണ്. എങ്ങനെ? ഇനി ഇൻ്റർണൽ മൾട്ടിപ്പിൾ ഓഫ് എ ഡെഫിനറ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി, ഒരു പ്രത്യേക എനർജിയുടെ, ഒരു പ്രത്യേക അളവ് എനർജിയുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ്. കോൾഡ് ക്വാണ്ടം ഓഫ് ഫോട്ടോൺ. ആ അളവിനെ നമ്മൾ ഫോട്ടോൺ എന്ന് പറയും, അല്ലെങ്കിൽ ക്വാണ്ടം ഓഫ് ലൈറ്റ്, ക്വാണ്ടം ഓഫ് ഹീറ്റ്, തെർമൽ റേഡിയേഷൻ എന്ന് പറയും. ഈച്ച് ഫോട്ടോൺ ഈസ് ഓഫ് എനർജി എച്ച് ന്യൂ വേർ എച്ച് ഇസ് എ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. എച്ച് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ ഫ്രീക്വൻസിയാണ്. ഫോർ എൻ ഫോട്ടോൺസ് ഈസ് എൻ എച്ച് ന്യൂ. ഫോർ വൺ ഫോട്ടോൺ ഈസ് എച്ച് ന്യൂ. എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ ഈസ് എച്ച് ന്യൂ. അപ്പോൾ ഈ പ്ലാങ്കിൻ്റെ ക്വാണ്ടം ഹൈപ്പോസിസിൻ്റെ അദ്ദേഹം അതിൻ്റെ കൂടെ എഴുതിയൊരു ലോ ഉണ്ട്. ആ ലോയെ നമ്മൾ പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ എന്ന് പറയും. അതുകൂടി ഇത് പഠിച്ചോളണം. സിലബസിൽ പ്ലാങ്ക്സ് ഹൈപ്പോസിസാണ് പറഞ്ഞത്, പക്ഷെ അതിൻ്റെ കൂടെയുള്ള ഒരു ലോയാണ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ. സ്റ്റേറ്റ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ എന്ന് ചോദിച്ചാൽ ഹൈപ്പോത്തിസിസ് എഴുതിയാൽ പോരാ, ഈ കാണുന്ന എഴുതണം. അത് ഞാനൊന്ന് വായിക്കാം. അക്കോർഡിംഗ് ടു പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, Planck's radiation law gives energy density of radiation in an oscillator having frequency in between nu and nu plus d nu. അതായത് ഒരു ഓസിലേറ്ററിലുള്ള എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയും, അതൊക്കെ എനർജി പെർ യൂണിറ്റ് വോളിയം. ഒരു ഓസിലേറ്ററിൽ ഈ എനർജി ഉണ്ടെങ്കിൽ ആ എനർജി ഡെൻസിറ്റിയാണ്, എനർജി പെർ യൂണിറ്റ് വോളിയം. അതൊക്കെ റേഡിയൽ എനർജി ആണെങ്കിൽ എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ്. റേഡിയൽ എനർജി ആണെങ്കിൽ എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, യു ന്യൂ ഡി ന്യൂ. എഴുതി നോക്കിക്കേ. ചില ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടേബിൾസിനകത്തുള്ള ഇക്വേഷൻ കേട്ടോ. അവിടെ യു ന്യൂ ഡി ന്യൂ എന്നാണ്. ഈ ന്യൂ ഡി ന്യൂ എഴുതിയാലും ശരിയാണ്. യുവിന് പോലെ ക്യാപിറ്റൽ യു കൊടുക്കുക. യു ന്യൂ ഡി ന്യൂ ആദ്യ ന്യൂ സഫിക്സ് ആണ് കേട്ടോ. ആ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള എനർജി കണക്ക് കൂട്ടുന്നത് എന്നർത്ഥം. U nu d nu is equal to 80 pi h nu cubed by c cubed d nu by
ഇ റേസ് എച്ച് ന്യൂ ബൈ കെ ടി -1. ആ -1 എന്നുള്ളത് പവറിലല്ല, ഇയുടെ നേരെയാണ്. അപ്പോൾ ഇത് വായിക്കാം. യു ന്യൂ ഡി ന്യൂ ഈസ് ഇക്വൽ ടു 80 ന്യൂ ക്യൂബ്ഡ് ബൈ സി ക്യൂബ്ഡ് ഇൻറ്റു ഡി ന്യൂ ബൈ, അവിടെ ഈ ന്യൂ എഴുതിയിരിക്കുന്നത് വലത്തോട്ട് ഇടത്തോട്ട് വിളിച്ചിട്ടാലും മതി, ഡി ന്യൂ ബൈ ഇ റേസ് ടു എച്ച് ന്യൂ ബൈ കെ ടി -1. ഇതാണ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ. ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ടേബിൾസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾസിൽ ഒരു ഈ തെർമൽ ഡേറ്റ എന്ന് പറയുന്ന ഒരു, എനിക്ക് തോന്നുന്നു പേജ് ഒരു 15 അടുത്ത് വരും, അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ചാലും മതി. ആ ഇക്വേഷനകത്ത് എന്തൊക്കെയാണ് ഈ കോൺസ്റ്റൻറ്റുകൾ അല്ലെങ്കിൽ വാല്യൂസ് നോക്കുക. വേർ ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, കെ ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്, കെ ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്, ന്യൂ ഫ്രീക്വൻസി കേട്ടോ, ന്യൂ ഫ്രീക്വൻസി അത് മോളി പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഫ്രീക്വൻസി, വെലോസിറ്റി ഓഫ് ലൈറ്റ്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, കെ ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്, ടി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. This relation is called Planck's radiation law. That also you have to by heart. And these are the questions from this first class on Unit 3. Give the drawbacks of classical physics. 4 points. അത് ഓർട്ട് ചോദിക്കുക. ഓർട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. എക്സ്പ്ലെയിൻ ദി എക്സ്പെരിമെൻ്റൽ എവിഡൻസസ് ഇൻ സപ്പോർട്ട് ഓഫ് ക്വാണ്ടം തിയറി. അപ്പോൾ അത് ക്ലാസിക്കൽ തിയറിയുടെ ലിമിറ്റേഷൻ, ഡ്രോബാക്സ് എന്ന് പറഞ്ഞാലും ക്വാണ്ടം തിയറിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പോളിസ് പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്. പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്. നമ്പർ 3, സ്റ്റേറ്റ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ. These are the questions from this class. That is all. In the next class we study wave function in quantum mechanics. Thank you.